അതായത് ഇവിടെ ഒരു രസകരമായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് ഷിനാസ് പറയുന്നത് അൾട്ടിമേറ്റ് ശാസ്ത്രം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അല്ല, ശാസ്ത്രം അൾട്ടിമേറ്റ് അല്ല. പക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കാന്നുള്ളത്. അതെന്റെ വൈരുദ്ധ്യമാണ്. അൾട്ടിമേറ്റ് അല്ലാത്ത ഒരു സാധനത്തെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. അത് ഒന്ന് നമ്പർ 1 അവിടെ മനസ്സിലാക്കാം. രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പരിണാമം എന്ന് പറയുന്നത് അത് അതിനേക്കാൾ രസകരമായ ഒരു കാര്യമാണ്. ലോകത്ത് ഹംസ സോഴ്സിസ് മുതൽ ഇവിടെ ഈ ക്ലബ് ഹൗസിലുള്ള ഏറ്റവും സാധാരണക്കാരായി ഈ ഗ്രൂപ്പിലിരിക്കുന്ന എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. അവരെക്കാളും താഴെ കിടക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ പോലും പരിണാമവാദികളിലെ അറിവുള്ളവർ വരാറില്ല. ഇവിടുത്തെ ചന്ദ്രശേഖരന് കൈപ്പള്ളി അടക്കം ജോബി അടക്കം ഒരാൾ നമ്മളോട് ചർച്ചയ്ക്ക് വരാറില്ല. നമ്മളിതിന് അവരെ വെല്ലുവിളിച്ചതാ. പരിണാമത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഡിബേറ്റ് നടത്താന്ന് വെല്ലുവിളിച്ച അവര് വരാറില്ല. പിന്നെ ഷിനാസിനെ പോലെയുള്ളവർ വരുന്നതെന്നുണ്ടെന്ന് ഈ എലികളിൽ ഈ ജനീവയിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. എലികൾക്ക് അതായത് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള, അതായത് എലിയെ ആക്രമിക്കുന്ന ഒരു ജീവിയെ തിരിച്ചറിയാനുള്ള തലച്ചോറിന്റെ ഭാഗം ഏതാണോ ആ സാധനത്തിൽ അതിലേക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്ന, ആ അറിവ് ലഭിക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് എലികളെ വിട്ടപ്പോ ആ എലികൾ ധൈര്യസമേതം പൂച്ചയുടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഒരു പ്രശ്നമില്ല, അതിന് പേടിയേയില്ല പൂച്ചനെ. അതേപോലെയാണ് ആ ഇൻഫർമേഷന്റെ കുറവാണ് ഷിനാസിനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത്തരം പുലിമേടകളിൽ വന്നിട്ട് കയറുന്നത്. അതേസമയത്ത് ഇവിടെ ചന്ദ്രശേഖരൻ വരൂല, ലൂസി ചന്ദ്രശേഖരൻ ഇവിടെ വരൂല, വേണ്ട കൈപ്പള്ളി വരൂല, ഇവരാരും വരൂല. ഇനി അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ഡീൽ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ആ വിഷയത്തിൽ ഡിബേറ്റിനെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇനി പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ആ വിഷയം പഠിക്കാതെ നിങ്ങൾ ഈ വിഷയമായിട്ട് നിങ്ങൾ വരരുത്. നിങ്ങൾ പറയുന്നത് എനിക്ക് അറിയില്ല, അത് അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് നിങ്ങളൊരു തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല. അതിന് കൃത്യമായിട്ടൊരു സമരം. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ പോയിന്റ്, പരിണാമം എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് എവല്യൂഷൻ ആണ്. അത് ഫാക്ട് ഓഫ് എവല്യൂഷൻ അല്ല. തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസിന്റെയും അതേപോലെ ഫാക്ട്